പ്രിയമുള്ളവരെ, കാവ്യം 36 ഇന്ന് വയനാട് പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുബീഷ് തൈക്കൂട്ട് എഴുതിയ വെള്ളാർമല GVHSS എന്ന കവിതയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചൂരൽമലയിലെ തകർന്നുപോയ ഈ സ്കൂളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കവിത എഴുതപ്പെട്ടുള്ളത്. ഈ കവിതയിലേക്ക് മുഴുവൻ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കവിത വെള്ളാർമല GVHSS. എഴുതാനുള്ളതൊക്കെയും എഴുതി വച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം എണീറ്റില്ല. എഴുതാനുള്ളതൊക്കെയും എഴുതി വച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം എണീറ്റില്ല. ആബിദ അബ്ദുൾ റസാഖ്, അതുൽ VS, മെറിൻ PK, സൈനബ ഹക്കീം. ആബിദ അബ്ദുൾ റസാഖ്, അതുൽ VS, മെറിൻ PK, സൈനബ ഹക്കീം. ടീച്ചർ വിളിച്ചുകൊണ്ടേയിരുന്നു, ആരും മിണ്ടിയില്ല. ടീച്ചർ വിളിച്ചുകൊണ്ടേയിരുന്നു, ആരും മിണ്ടിയില്ല. ഹോംവർക്ക് ചെയ്യാത്തതിന് ചെവിക്ക് പിടിച്ചപ്പോഴെന്ന പോലെ ഗ്രാമം ഉറക്കെ കരഞ്ഞു. ഹോംവർക്ക് ചെയ്യാത്തതിന് ചെവിക്ക് പിടിച്ചപ്പോഴെന്ന പോലെ ഗ്രാമം ഉറക്കെ കരഞ്ഞു. മാനത്തപ്പോൾ മറ്റൊരു പള്ളിക്കൂടം മണിയടിച്ചപ്പോൾ മലവെള്ളമിറങ്ങിയ മുറ്റം. മാനത്തപ്പോൾ മറ്റൊരു പള്ളിക്കൂടം മണിയടിച്ചപ്പോൾ മലവെള്ളമിറങ്ങിയ മുറ്റം. കള്ളപ്പനി, കണ്ണീക്കേട്, മൂക്കൊലിപ്പ് എന്നും വരാത്ത അലവി അന്ന് കൃത്യം വന്നു. കള്ളപ്പനി, കണ്ണീക്കേട്, മൂക്കൊലിപ്പ് എന്നും വരാത്ത അലവി അന്ന് കൃത്യം വന്നു. മാഷ് ചോദിച്ചു, എന്താ അലവി ഇങ്ങനെ? അലവി പറഞ്ഞു, മഴ വരുമ്പം പേടിയാ മാഷേ. മറുത്തൊന്നും പറയാതെ മാഷ് അവനെ ചേർത്തു നിർത്തി. അലവി പറഞ്ഞു, മഴ വരുമ്പം പേടിയാ മാഷേ. മറുത്തൊന്നും പറയാതെ മാഷ് അവനെ ചേർത്തു നിർത്തി. കുഞ്ഞാമിനെ വിളിച്ചു, മലമ്പാമ്പിൻ്റെ കൂട് കാട്ടിത്തരാം വാ. കുഞ്ഞാമിനെ വിളിച്ചു, മലമ്പാമ്പിൻ്റെ കൂട് കാട്ടിത്തരാം വാ. അലവി താഴേക്ക് നോക്കി. പച്ചക്കാട്, തത്ത, പയ്യ് മേയണ പള്ളിപ്പറമ്പ്, അബുവിൻ്റെ ആട്ടിൻകുട്ടി, അവിലിടി ഉമ്മാൻ്റെ ഒരല്. കുഞ്ഞാമിനെ വിളിച്ചു, മലമ്പാമ്പിൻ്റെ കൂട് കാട്ടിത്തരാം വാ. അലവി താഴേക്ക് നോക്കി. പച്ചക്കാട്, തത്ത, പയ്യ് മേയണ പള്ളിപ്പറമ്പ്, അബുവിൻ്റെ ആട്ടിൻകുട്ടി, അവിലിടി ഉമ്മാൻ്റെ ഒരല്. ഉമ്മ വിളിച്ചു, അവില് തിന്നിട്ട് പോടാ അലവി. അവൻ താഴേക്കിറങ്ങി. കാലിൽ ചെളി പുതഞ്ഞപ്പോൾ ഉമ്മാൻ്റെ നിലവിളി, കഴുക്കൂലിൽ പാമ്പ്. ഉമ്മ വിളിച്ചു, അവില് തിന്നിട്ട് പോടാ അലവി. അവൻ താഴേക്കിറങ്ങി. കാലിൽ ചെളി പുതഞ്ഞപ്പോൾ ഉമ്മാൻ്റെ നിലവിളി, കഴുക്കൂലിൽ പാമ്പ്. ടീച്ചർ അപ്പോഴും പേര് വിളിച്ചോണ്ടിരുന്നു, TP സൈതലവി. ടീച്ചർ അപ്പോഴും പേര് വിളിച്ചോണ്ടിരുന്നു, TP സൈതലവി. ആമിനാൻ്റെ കൈ വിടിയിച്ച് അവൻ എണീറ്റു നിന്നു. ഹാജർ. ആമിനാൻ്റെ
കൈ വെടിയിച്ച് അവൻ എണീറ്റ് നിന്നു. ഹാജർ. പ്രിയമുള്ളവരെ, ഈ കവിത ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കവിത ആസ്വദിച്ച മുഴുവൻ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, ഹൃദയാഭിവാദ്യങ്ങൾ.